പിന്നെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ സാധനമുണ്ട്. എന്താണ് ഇന്ന് കറി വെക്കുന്നതെന്ന് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഞങ്ങൾ ടീം ഞങ്ങൾ പോവാണ്. എന്നാൽ പിന്നെ കറിയോ, വണ്ടി കറിയോ പോവാം. പായസും മാണീസും ഞങ്ങൾ കഴിഞ്ഞ ഞണ്ട് കറി വെച്ച ടീം തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇന്നത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലൊക്കേഷനാണ്. വളരെ മനോഹരമായ ഒരു ഹിൽ സൈഡിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. തോട്ടുമുക്കം കഴിഞ്ഞു, SNDP പാറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ഇന്നലെ രാത്രി തക്കാളി സാദം കഴിച്ച പിന്നെ അണ്ണൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് സ്പെഷ്യൽ തക്കാളി സാദം കഴിച്ചു. പിന്നെ നമ്മളെ ഓഡിറ്റോറിയം ഗാംഭീര്യത്തോടു കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഓഡിറ്റോറിയമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൈസൂർ പെട്ട് റോഡിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മണീസ് ഒരുക്കത്തിലാണ്. മണീസ് ഇന്ന് നമ്മൾ പൊളിക്കൂലേ? നമ്മളെ സ്ഥിരം പായസേ പൊളിക്കൂലേ? ഇന്നത്തെ വെറൈറ്റി കാണേ. നമുക്ക് ഈ വഴിക്ക് മുകളിലേക്കാണ് കയറി പോകേണ്ടത്. അപ്പോൾ ജവാന്മാർ വരുന്നുണ്ട്. ഇന്ന് നല്ല ഉഷാറാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ബക്കാപ്പാട്ടി പോണ കറി എന്ന് പറഞ്ഞാൽ ഒരു കറിയാണ്, 1.5 കറിയാണ്. ഇത് തിന്നാൽ വായത് വെള്ളം വരും. നമ്മളെ മറ്റേ ഫിറോസ് ചുള്ളിപ്പറമ്പിലൊക്കെ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും അല്ലേ മാണിസേ? എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. മോനെ, ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ? ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ അതീവ സൗന്ദര്യമുള്ള സ്ഥലമാണേ. ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു സംഗതിയൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം, തെന്നി വീഴരുത്. ചെറിയൊരു ചിറയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗി കാണുന്നത്. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ സ്ഥലമാണ്. മുകളിലേക്ക് കണ്ടോ, നല്ല സുന്ദരമായ സ്ഥലത്ത്. ഇവിടെ നമ്മളിന്ന് സ്പെഷ്യൽ ഐറ്റം അല്ലേ? സ്പെഷ്യൽ ഐറ്റം നമ്മളിന്നിപ്പോൾ കോഴി കാലുകൊണ്ട് സ്പെഷ്യൽ ഐറ്റം പരിപാടി. എല്ലാവരും കോഴി അല്ലെങ്കിൽ ഫുൾ കോഴി എന്നാണ്, നമ്മൾ കാലുകൊണ്ടാണ്. നമ്മൾ കാലിലാണ് പണി. കാല് നമ്മൾ മലയാളീസൊക്കെ സ്ഥിരം കഴിക്കാത്ത ഒഴിവാക്കുന്ന ഒരു സാധനമാണല്ലോ അല്ലേ? അതിൽ നമുക്ക് വെറൈറ്റി ഒരു ഫുഡ് ഉണ്ടാക്കുക. ഇന്ന് വെറൈറ്റി ഫുഡാണ്. കോഴിക്കാലാണെന്ന് അല്ലേ? കോഴിക്കാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും തൊടാന്ന് വിചാരിക്കും. തൊടയല്ല, നമ്മൾ വെട്ടി ഒറിജിനൽ കോഴിക്കാൽ അടുപ്പുണ്ടാക്കാൻ കല്ലൊക്കെ ആയിട്ട് മാണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ പരിപാടി ഏകദേശം ഒക്കെ റെഡിയായി. ഇനി നമുക്ക് പിന്നെ മാണീസ് നമ്മളെ തീ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കറി നമ്മളിപ്പോൾ ഉണ്ടാക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെറൈറ്റി സാധനമാണ്. അടുപ്പിൽ തീ പിടിച്ചു കഴിഞ്ഞു. നമ്മൾ വിറകുണ്ടാക്കി അടുപ്പ് അത് നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലായി? അത് നമ്മളിത് ഈ കോഴിക്കാല് ശരിക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ട് എന്നിട്ടാണ് നമ്മളത് പാകപ്പെടുത്തി എടുത്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ചട്ടി ചൂടായി വെള്ളം ഒഴിച്ചു. ഇങ്ങോട്ട് കിട്ടില്ലേ? കാലിവിടെ റെഡിയാണ്. ഈ സാധനമാണെന്ന് നമ്മൾ പിന്നെ കറിയാക്കാൻ വേണ്ടി പോകുന്നത്. ഇതുണ്ടോ എന്താ സാധനം എന്ന് പറയുക? ഇതാണ് കോഴിക്കാൽ എന്ന് പറയുന്നത്. ഈ കോഴിക്കാലിൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. പല ആൾക്കാരും ഈ കോഴിയുടെ കാല് കൊണ്ട് പട്ടിക്ക് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ പരിപാടി അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത് കൊണ്ട് ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? കോഴിക്കാല് കഴുകാനുള്ള പരിപാടി കേട്ടോ. ഇത് നമ്മൾ കഴുകിയിട്ട് നല്ല ഉഷാറായിട്ട് കഴുകണം. ഇത് കേടൊന്നുമില്ല, എന്നാലും നമ്മൾ കഴുകിയെടുക്കണത്. കഴുകിയിട്ട് വേണം. പിന്നെ നമ്മൾ കണ്ടോ കഴുകിയപ്പോൾ ഇതിൻ്റെ കളറങ്ങോട്ട് മാറി. ഇതിൻ്റെ കളറൊക്കെ മാറി കണ്ടോ. ഇവിടെ കഴുകുന്ന ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് കാണിച്ചാൽ നമ്മൾ കോഴിക്കാല് കഴുകി കഴിഞ്ഞു കേട്ടോ. ഇത് കഴുകുമ്പോഴത്തേനും ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറും. കണ്ടോ? മാണീസ് നമ്മളെ മെയിൻ കുക്ക് മാണീസാണ്. മാണീസ് പിന്നെ ഒരു സാധനം എടുക്കാൻ മറന്നു പോയത്, എടുക്കാൻ വേണ്ടി പോയതാണ് അല്ലേ മാണീസേ? അല്ല മാണീസേ, ഈ കോഴിക്കാലിൻ്റെ ശരിക്കുള്ള ആൾക്കാർ ശരിക്കും ഹിന്ദിക്കാരാണോ?
ഹിന്ദിക്കാരൊന്നുമല്ല മലയാളി. ഇതിപ്പോൾ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മലയാളി സാധനം ഞാൻ ഒഴിവാക്കൂല. അപ്പോൾ ടേസ്റ്റ് ആയിരിക്കും. വേറെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. അതിൻ്റെ ഒരു വെറൈറ്റി പരിപാടിയാണല്ലോ. വീഡിയോയിൽ ഇപ്പോൾ അത് കാണാമല്ലോ. അതെ അതെ. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ ഈ കോഴിക്കാൽ കളയല. കോഴീൻ്റെ ഏറ്റവും നല്ല വിറ്റാമിൻ ഉള്ള ഒരു സാധനമാണ് കോഴിക്കാൽ. അത് ശരി. അതാർക്കും അറിയില്ല. നമ്മളിപ്പോൾ കോഴി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് തൊലി പൊളിച്ചിട്ടാണ് സാധാരണ എല്ലാവരും കോഴി വാങ്ങല്. അത് വിറ്റാമിൻ ഉള്ള അതിൻ്റെ തൊലിയാണ് ശരിക്കും വിറ്റാമിൻ. പക്ഷെ ഞാൻ ഈ മഹാരാഷ്ട്ര സൈഡിലേക്കൊക്കെ പോയപ്പോഴേ അവിടെ ഇതിന്റെ തൊലി കളയാതെ ഈ പിന്നെ പൂട പറിച്ചിട്ട് നമ്മൾ നാടൻ കോഴി ചെയ്യുന്ന പോലെ ചെയ്തിട്ട് റോസ്റ്റ് മെഷീനിലിട്ട് അവരത് തൂക്കി ഇട്ടിട്ടുണ്ടാവും. അതാണ് ശരിയായ അതിന്റെ വശം. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾ അല്ല അവരെന്ന് പറഞ്ഞാൽ അവരതിന്റെ എല്ലാ ഭാഗങ്ങളും പിന്നെ കൃത്യമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ മാത്രമാണ് നമുക്ക് ഇതിലൊക്കെ ഭയങ്കര മടിയാണ് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ തൊലി കളഞ്ഞാൽ പിന്നെ ഒരു എന്താ പനി ഉണ്ടാകുക. തൊലി കളയാന്ന് പറഞ്ഞാൽ തൊലി കളഞ്ഞ വിറ്റാമിനാണ് തൊലിയിൽ ഉണ്ടാകുക. കാലിന് വിറ്റാമിൻ ഉണ്ടാവില്ല. കാലിന് നമ്മൾ അധികമായിട്ട് കൊഴുപ്പുണ്ടാവും. അതിന് നമ്മൾ ഈ വെള്ളം ഇത് തിളപ്പിക്കുന്നത്. ഓക്കെ. ഈ ഉഷാറായിട്ട് കത്തി വെള്ളം ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ശരിയാക്കി എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. വെള്ളം തിളച്ചു. കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്താ അത് നമ്മൾ ഈ വെള്ളം തിളയ്ക്കണ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഉപ്പിടുക. ഈ കോഴി പെട്ടെന്നേ അതിൻ്റെ തൊലി പൊളിഞ്ഞ് പോരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. അപ്പോൾ നമ്മളിനി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനകത്ത് കോഴിക്കാലിടുക കേട്ടോ. ഇങ്ങനെ ഓരോ കാലും പെറുക്കിയിടുകയാണ്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ കണ്ടോണ്ട് ഇത് പൊച്ച് ചെയ്യുമ്പോൾ തേയിലേക്കാണ്. നമുക്കൊന്നൊരു അതിഥി ഉണ്ട് കേട്ടോ. ഒരു അതിഥി ഉണ്ട്. നമ്മളെ പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയാണ്. എന്തായാലും കാലേതായാലും ഞങ്ങൾ പിന്നെ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. പണ്ട് ഇങ്ങനെ വന്ന് അന്ന് പൊളിക്കല്ലോ. അന്ന് ചുട്ടുവെച്ചിട്ട് സംഗതി എന്നാ അതിൻ്റെ പുറത്തേക്ക് അങ്ങ് കളഞ്ഞു വെച്ചിട്ട് സംഗതി കറിയുടെ കൂടെ ഇടും. ഒന്ന് ചതച്ച് പിന്നെ അതിൻ്റെ കുടലൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി റെഡിയാക്കിയിട്ട് കറിയുടെ കൂടെ ഉപയോഗിക്കും. പണ്ട് നാടൻ കോഴിന്റെ ഞാൻ പറയട്ടെ, ഇന്ത്യക്കാർ കംപ്ലീറ്റ് ഇതിന്റെ ആൾക്കാരാണ്. അതെ, ഇന്ത്യക്കാർ അതിന് വരുന്നുണ്ട്. ഇന്ത്യക്കാർ കോഴി കൊണ്ടായ അവർ കറി മറ്റേ കഴുകിയല്ലോ, കഴുകില്ല. അതേപടി അങ്ങോട്ട് വെക്കുകയുള്ളൂ. നീ ഇപ്പോൾ കോഴിക്കാലിങ്ങനെ നമ്മൾ റെഡിയാക്കാനുള്ള കോഴിക്കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊലി പൊളിച്ചെടുക്കുകയാണ്. സിമ്പിളായിട്ട് പൊളിച്ച് പോരൂലേ? വെള്ളം അയാൾ തിളച്ചാലും വേഗം പോരും. ഉണ്ടോ, പെട്ടെന്ന് പോരും. അപ്പോൾ ആ മഞ്ഞ കളറൊക്കെ പറയും വെള്ള കളറായില്ലേ? അതെ. ഉണ്ടോ, ഇതിൻ്റെ നഖങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. പാകപ്പെടുത്തിയെടുത്തതിൻ്റെ നഖമൊക്കെ കട്ട് ചെയ്ത് കളയും നമ്മൾ ഓരോന്നായിട്ട്. അത് മതി, ഒറ്റൊന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. നഖം പാടില്ലല്ലേ? നഖം പാടില്ല. നമ്മള് അധികം ഒന്നുമില്ല. നമ്മള് സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വന്നാളാ. അല്ല, എവിടുന്നാ വരുന്നേ പറയും. എല്ലാത്തിന്റെ നഖം വെട്ടി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഷ്ണം എടുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കുകയാണ്. ചട്ടി ചൂടായി വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ അതിലങ്ങനെ കിടക്കട്ടെ അല്ലേ? കണ്ടന്റ് ഇതിലിപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിലിപ്പോൾ നമ്മൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ പൊരിക്കാനുള്ളതാണല്ലോ. കളർ കുറവുണ്ടോ? നല്ല കളർ വേണ്ടല്ലേ? ഓക്കെ, കുഴക്കുന്നതനുസരിച്ച് ഇത് കളർ കൂടി വരും.
കാലേ കോഴിയുടെ കാല് ചെറുതാക്കി വെട്ടി നമ്മൾ അതിനകത്തോട്ട് ഇപ്പോൾ മസാലകളൊക്കെ ചേർത്തു. മുളക് പൊടി ഉപ്പും മഞ്ഞപ്പൊടി അല്ല വേറെ ചേർത്ത് മഞ്ഞപ്പൊടി അത്ര സാധനം മതി. അത്ര സാധനം മതി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ലാസ്റ്റ് പൊരിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക. ഇത് നല്ല ഉഷാറായിട്ട് ഇപ്പോൾ നമ്മൾ നല്ല മസാലകളൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ഇതിൽ. നല്ലപോലെ മസാല പിടിച്ചു. ഇനി ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മസാല ഒക്കെ പിടിപ്പിച്ച് ഇതിനകത്ത് വെക്കണം. കണ്ടീഷനായിട്ട് മസാല നമ്മളല്ലേ മസാല പിടിച്ചില്ലേ? മസാല പിടിച്ചു നമുക്ക് പൊരിക്കല്ലേ? ഓക്കെ ഓക്കെ മാണിസേ. അപ്പോൾ എന്താ പരിപാടി? അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ അതിൻ്റെ മസാലകളൊക്കെ ഏകദേശം പിടിച്ചു. നമ്മൾ കോഴിൻ്റെ കാല് വെട്ടി ചെറുതാക്കി നന്നായി കഴുകി വൃത്തിയാക്കി മസാല ചേർത്തു. ഇനി നമ്മൾ പൊരിക്കാൻ പോവാം. ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഇത് നമ്മളിനി ഇളക്കി ഇതിനകത്ത് കിടന്ന് പൊരിച്ചെടുക്കാൻ പോവാം. വെളിച്ചെണ്ണയിൽ വെള്ളത്തിലല്ല. അയ്യോ, വെള്ളത്തിൽ നമ്മളിത് പൊരിക്കാൻ പാടില്ലല്ലോ. ഇത് തിന്നാലും വേണം. അപ്പോൾ നമ്മളെ കോഴിക്കാല് അടിപൊളി കോഴിക്കാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ സാധനം കൊണ്ട് പൊരിഞ്ഞുകൊണ്ട് വന്നിട്ട് ഇവനെ എടുത്ത് വായിലിട്ട് കറുമുറ് കഴിച്ചാൽ ഒരൊറ്റ പ്രാവശ്യം കഴിച്ചാൽ പിന്നെ ഒരിക്കലും ഇതിൻ്റെ ടേസ്റ്റ് മറക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം. വയസ്സ് ഇങ്ങനെ പിന്നെ കലാപരമായിട്ട് വയസ്സേ എന്തായിരുന്നു നമ്മൾ ഇന്നത്തെ എക്സ്പീരിയൻസ്? വയസ്സിന് നാണം. ഈ കലാപരമായിട്ടുള്ള ഈ സാധനമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്ത് രസമാണെന്ന് അറിയാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്തോളം നമുക്കിങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള കാടാണ്, നല്ല സ്ഥലമാണ്. നല്ല വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കറി പിന്നെ കോഴിക്കാൽ ഇപ്പോൾ റെഡിയാവും. കാല് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡും കൂട്ടി അടിക്കുന്ന സീനാണ് ഞാൻ അടുത്ത് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആയോ മാണി സാർ? സാറല്ലേ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? കോഴിക്കാല് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? എന്തായാലും രുചി പറയൂ. കോഴീൻ്റെ രുചിയാണോ? ഇതിന് പ്രത്യേക രുചിയാണ്, വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളെ ഈ കോഴി കോരാണ് നമ്മൾ കോഴിക്കാല് വാ ഇങ്ങനെ കോരി ഇങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മൾ എന്ത് കൂട്ടി അടിക്കാനാണ് ടേസ്റ്റ്? നമ്മളിത് എന്തും കൂട്ടി അടിക്കാം. പൊറാട്ട അടിക്കാം, ബ്രെഡ് കൂട്ടി അടിക്കാം, ദോശ എന്തും കൂട്ടി അടിക്കാം. ശരി. വാ എണ്ണ കണ്ടിങ്ങനെ വെന്ത സാധനം ഇത്രയും നല്ല ടച്ചപ്പ് അല്ലേ? ഉണ്ടോ? രുചിയുള്ള സാധനമാണ് കേട്ടോ. വളരെ രുചിയുള്ള സാധനമാണ്. ഇത് നമ്മൾ കളയുന്ന ഒരു സാധനമായിരുന്നു. അത് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മളതിന് വേണ്ട ഉപ്പും മുളകും മസാലകളൊക്കെ ചേർത്ത് പൊരിച്ചെടുത്താൽ മതി. കാലിൻ്റെ ഭാഗം ഇത് നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളി. എന്താ വിലയ്ക്ക് സൂപ്പറല്ലേ? ഇതുകൊണ്ടല്ലേ സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മളതിൻ്റെ മേലെ കുറേ ഇൻഗ്രീഡിയൻ ഡിസൈൻസ് ഒക്കെ ചെയ്ത് സാധനം സൂപ്പറായി. ഇപ്പോൾ അത് കാലാണെന്ന് പറയാൻ പറ്റൂല. കാലാണെന്ന് ആരും പറയുമോ? നമ്മളെല്ലാം സാറേ പൊരിച്ചെടുത്ത് അതിൻ്റെ മേലെ കുറച്ച് ഡിസൈനുകളൊക്കെ ചെയ്ത് ഉഷാറാക്കി. ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും കാല് കിട്ടിയാൽ വേഗം വലിച്ചെറിയും. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഈ സാധനം. ഇത് കാല് എന്താ വെച്ചാൽ കാല് ഉറപ്പുള്ളൊരു ഭാഗമാണല്ലോ, അതിന് ആ ഇറച്ചിക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളെല്ലാവരും ഈ കോഴിക്കാല് കുറേശ്ശെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അതെ, കോഴിക്കാല് പട്ടിക്ക് കൊടുക്കാനെല്ലാം കൊണ്ടുവന്ന് ആ ടീമിനോട് ചോദിച്ചാൽ മതി. രഹസ്യമായിട്ട് എല്ലാവരോടും പറയാം, നല്ലൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. പായസം ഇരിക്കടാ. രസമാണ് മണിസേ, ഒരു കഷ്ടം എടുത്തിട്ട് ടേസ്റ്റ് പറ. സൂപ്പർ സൂപ്പർ സാധനം കണ്ടെന്ന് പറ. ഞാൻ നോക്കല്ലേ, നോക്കിയിട്ട് പറയാം. അങ്ങനെയുണ്ട് സാധനം അടിപൊളിയാണ്. ഇനി നമ്മൾ കഴിച്ചിട്ടുണ്ട് ഈ സാധനം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കണ സാധനം. ഞാൻ ആദ്യമായിട്ട് കഴിക്കാതെ മാത്രമല്ല, ഇവനിത് പറയണ സമയത്ത്
ഞാനിത് അംഗീകരിച്ചിട്ട് എന്നോട് കള്ളത്തരം പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോൾ ആ ചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ചേട്ടനൊക്കെ പണ്ട് കാലത്ത് കഴിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. സംഭവം അസാധ്യ ടേസ്റ്റാണ്. ഓക്കെ. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ തിന്നുമെന്ന് വിചാരിക്കും. തിന്നു നോക്കിയാൽ പിന്നെ തിന്നാൻ തോന്നും. വെരി ഗുഡ്. അപ്പോൾ നമ്മളെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ പാടീസ്, വേറെ എന്താ പറയാനുള്ളത്? ബൈ ബൈ. വീണ്ടും ബൈ ബൈ.